സാറേ, മാലദ്വീപും തുർക്കിയും തമ്മിൽ ചില സൈനിക കരാറുകൾ, സൈനിക അടുപ്പങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ തുർക്കി അവിടെ ഒരു സൈനിക താവളം ലക്ഷ്യമിടുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് ഭീഷണിയല്ലേ? അത് ഇന്ത്യക്ക് ഭീഷണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സമുദ്രത്തിൽ തുർക്കിക്കൊരു താവളം കിട്ടുകയാണ്. ഇന്ത്യ സമുദ്രത്തിലും വേറൊരു ശക്തി കയറി വരികയാണ്. തുർക്കിക്ക് സത്യത്തിൽ അതിൻ്റെ ആവശ്യമുള്ളതല്ല. മോദി അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയി ഒരു പ്രതിരോധ കരാർ ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചു. മുമ്പ് നമ്മുടെ സമാധാന സേന അവിടെ പോയിരുന്നല്ലോ, തമിഴ് പുലി പ്രശ്നമൊക്കെ ഉള്ള കാലത്ത്. അതിനുശേഷം ഇങ്ങനെ ഒരു കരാറ് വരുന്നത് ആദ്യമായിട്ടാണ്. സൗത്ത് ഏഷ്യയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികമായി സഹായിക്കും എന്ന് പറയുന്നൊരു കരാർ ആദ്യമാണ്. അതിൻ്റെ പിന്നാലെയാണ് ഈ തുർക്കിയിൽ നിന്നുള്ള ഈ വർത്തമാനം വരുന്നത്. തുർക്കി മാലദ്വീപിന് കുറച്ച് ഡ്രോണുകൾ കൊടുത്തിരുന്നു, ബാറാക്ടർ ഡ്രോണുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു യുദ്ധക്കപ്പൽ കൂടി കൊടുക്കുന്നു മാലദ്വീപിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് മുയൂസു തുർക്കിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആണ് ഒരു യുദ്ധക്കപ്പൽ കൊടുക്കുക. അപ്പോൾ യുദ്ധക്കപ്പൽ മാത്രമല്ല, യുദ്ധക്കപ്പലിന് പറ്റിയ ഭടന്മാരുമൊക്കെ മാലദ്വീപിൽ പോകും. അപ്പോൾ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ തുർക്കി ചെറിയ തോതിൽ പിടിമുറുക്കുകയാണ്. അതാണ് ഭീഷണിയായിട്ട് വരുന്നത്. മാത്രമല്ല, ഇത് നമ്മൾ കാണുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തിരുന്നതാണ് ജൂതന്മാരെ മാലദ്വീപിൽ അവർ വിലക്കി എന്നുള്ളത്. ഇപ്പോൾ ഈ വാർത്തയും കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് തുർക്കിയുടെ കൂടി ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ 6 തുർക്കി ഡ്രോണുകൾ ആണ് മാലദ്വീപിന് തുർക്കി കൊടുത്തിരുന്നത്. ആ ഡ്രോണുകൾ കൊണ്ട് ആകാശ സർവേ മാലദ്വീപ് നടത്തും എന്നാണ് പറയുന്നത്. എർദോഗൻ കൊടുത്തിരിക്കുന്ന യുദ്ധക്കപ്പൽ കുറച്ച് പഴയതാണ്. ആ യുദ്ധക്കപ്പൽ ധോഗൻ ക്ലാസ് അതിൽപ്പെട്ടത്. ഫാസ്റ്റ് അറ്റാക്ക് മിസൈൽ ബോട്ട്, മിസൈലൊക്കെ വഹിക്കുന്ന യുദ്ധക്കപ്പലാണ്. GCG വോൾക്കൻ P343 ഇതാണ് ഈ യുദ്ധക്കപ്പൽ. അത് കുറച്ച് പരിഷ്കരിച്ചിട്ടാണ് മാലദ്വീപിൻ്റെ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് MNDF-ന് കൊടുക്കുന്നത്. ജൂണിന് മുമ്പ് അത് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്താൻ പോകുന്നതേ ഉള്ളൂ. തുർക്കിയിൽ ഈ ആ യുദ്ധക്കപ്പൽ കൈകാര്യം ചെയ്യാനുള്ള മാലദ്വീപിൽ നിന്നുള്ള ആളുകൾക്ക് പരിശീലനം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി യുദ്ധക്കപ്പൽ മാലദ്വീപ് ആ ഭാഗത്ത് വന്ന് നങ്കൂരം ഇടുമ്പോൾ കൂടുതൽ ആ പരിശീലനം നടക്കും എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഈ കപ്പൽ ജർമ്മനിയിൽ പണിതാണ്. ജർമ്മനിയിലെ കപ്പൽ ശാല ലർസൻ വെറഫ്റ്റ് എന്ന് പറഞ്ഞ ഷിപ്പ് ബിൽഡർ പണിതാണ് ഈ യുദ്ധക്കപ്പൽ. തുർക്കിയുടെ ഈ നാവികസേനയുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കപ്പൽ. ഈ യുദ്ധക്കപ്പൽ വന്നിട്ടാണ് അതിൻ്റെ മോഡേണൈസേഷൻ, ആധുനികീകരണം തുടങ്ങുന്നത് തുർക്കി നാവികസേനയുടെ. അമേരിക്കയുടെ ഹാർപൂൺ മിസൈൽ വെച്ച ആദ്യത്തെ പ്ലാറ്റ്ഫോം, സൈനിക പ്ലാറ്റ്ഫോമായിരുന്നു ഈ യുദ്ധക്കപ്പൽ. ഇന്ത്യയുടെ ഡോർണിയർ വിമാനത്തിന് പകരം തുർക്കിയുടെ ഡ്രോണുകൾ വാങ്ങാനാണ് മാലദ്വീപ്, അതായത് ഇന്ത്യ മൊത്തത്തിൽ ഉപേക്ഷിച്ചിട്ട് തുർക്കി കയറി പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഡോർണിയർ പറത്തുന്നത് ഇന്ത്യൻ വൈമാനികർ തന്നെയാണ്. അവിടെ പൈലറ്റുമാരൊന്നുമില്ല ഇതിന് പറ്റിയത്. അപ്പോൾ ഇന്ത്യൻ വൈമാനികർ തന്നെ. അപ്പം മുയൂസും മോദിയും തമ്മിൽ, മുയൂസു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുയൂസു മാലദ്വീപിന്റെ പ്രസിഡന്റ്, അദ്ദേഹവും നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ദുബായിൽ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഡോർണിയറും ഇന്ത്യൻ ഹെലികോപ്റ്ററുകളും വീണ്ടും അവിടെ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ മാറ്റുന്ന പരിപാടി നടന്നില്ല. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിലെ രോഗികളെ ദ്വീപുകളിൽ നിന്ന് കൊണ്ടുവരാൻ ഒക്കെയാണിത്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഈ ഡ്രോണുകളും ഹെലികോപ്റ്ററും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സൈനിക ആവശ്യത്തിനല്ല. പിന്നെ വേറൊരു പരിപാടി മുയൂസു ആലോചിച്ച് നോക്കി. ഇന്ത്യ
ഒരു കുത്തകയുണ്ട്. അരി, പഞ്ചസാര, ഗോതമ്പ് പൊടി, ഇത് മാലദ്വീപിന് കൊടുക്കുന്നതിൽ. അപ്പോൾ അതിൽ തുർക്കിയെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം മൊയ്യൂസ് നടത്തിയിരുന്നു. അവിടുന്ന് കൂടി ഇത് ഇറക്കുമതി ചെയ്യാന്നുള്ളത്. സംഭവം നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹൂത്തി ആക്രമണം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടായി. പിന്നെ ഇത് തുർക്കിയിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ചെലവുള്ള പരിപാടിയായിട്ട് ഒരു മണ്ടൻ ആശയമായിരുന്നു അത് മൊയ്യൂസിൻ്റെ. ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് പണച്ചെലവുള്ള പരിപാടിയാണെന്ന് കണ്ടു. മരുന്നും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ തുർക്കി പരിപാടി അതിൽ നടന്നില്ല. യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇതൊക്കെ കിട്ടുമോ എന്നുള്ളതും മൊയ്യൂസ് നോക്കിയിരുന്നു. അപ്പോഴും അത് വളരെ ദൂരെയല്ലേ, ചില കൂടിയ പരിപാടിയാണ്. ഇന്ത്യ ഒഴിവാക്കാനായിട്ടൊരു ശ്രമം മൊയ്യൂസ് നടത്തിയിരുന്നു. ഇന്ത്യ ഒരു കപ്പൽ സമ്മാനിച്ചിട്ടുണ്ട് ഈ മാലദ്വീപിന്, ഹുറാവി എന്ന് പറഞ്ഞ കപ്പൽ. അതിനേക്കാൾ പഴയതാണ് ഈ തുർക്കിയുടെ യുദ്ധക്കപ്പൽ. ഇന്ത്യയുടെ കപ്പലിൽ മിസൈൽ വഹിക്കാൻ പറ്റില്ല, ആ പരിപാടികളൊന്നും അതിൻ്റെ അകത്തില്ല. തുർക്കിയുടെ കപ്പലിൽ മിസൈൽ വഹിക്കാം. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുച്ഛിക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുമൊക്കെ ഉണ്ട്. മാലദ്വീപ് ആരെ ആക്രമിക്കാനാണ്? യുദ്ധക്കപ്പലും മിസൈലും കൊണ്ടൊക്കെ മാലദ്വീപ് ആർക്കിട്ട് എന്ത് ചെയ്യാനാണ് എന്ന്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ്, നേവി ഒക്കെ വിപുലമാക്കാൻ ഒക്കെ ഉള്ള പദ്ധതിയൊക്കെ ഉണ്ട്. പാർലമെന്റിന്റെ 241 ദേശീയ സുരക്ഷാ സമിതി ഇതിന് അനുവാദം കൊടുക്കണം ഈ പരിപാടികൾക്ക്. ആഭ്യന്തര യുദ്ധത്തിന് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ച് പുറത്തൊരു രാജ്യമായിട്ട് യുദ്ധമൊന്നും ചെയ്യാൻ മാലദ്വീപിന് പറ്റില്ല. അപ്പോൾ ഈ ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ മാലദ്വീപിൽ നിന്നുണ്ടായിരുന്നല്ലോ. പഴയ പ്രസിഡന്റ് അബ്ദുള്ള യാമിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അവിടെ 2 നമ്മുടെ വിമാനങ്ങൾ ഇന്ത്യയുടെ ഉണ്ടായിരുന്നു. അത് അവിടുന്ന് സ്ഥലം വിടണം എന്ന് പറഞ്ഞു. പിന്നെ ഉത്തുര, തില, ഫൽഹു എന്ന് പറഞ്ഞ ദ്വീപിൽ നമുക്ക് താവളം ഉണ്ടായിരുന്നു, അതൊഴിയണം എന്നൊക്കെ. ആ തുറമുഖം ഇന്ത്യയുടെ താവളമായിട്ട് മാറുന്നു, അവിടെ നിന്ന് മാറണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മളെപ്പോലെ തന്നെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്, അതിലെ അംഗമാണ് മാലദ്വീപും. ഇന്ത്യ, ലങ്ക, മൗറീഷ്യസ്, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൽ അംഗമായിരിക്കുന്ന ഒരു അംഗരാജ്യം ഈ തുർക്കിയായിട്ടൊക്കെ പരിപാടിക്ക് പോകുന്നൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് തുർക്കിയെ പേടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ദേശീയ സുരക്ഷാ ഡ്യൂട്ടിക്ക് മാലദ്വീപിൽ ഇനി തുർക്കിയിൽ നിന്ന് ഭടന്മാർ വരും എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇന്ത്യ സമുദ്രത്തിൽ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഭീഷണിയുണ്ട്. ഡിഗോ ഗാർഷ്യ ദ്വീപിൽ അമേരിക്കൻ താവളമാണല്ലോ, ഇന്ത്യ സമുദ്രത്തിലാണ് ആ ദ്വീപ്. ഇപ്പോൾ ഈ യമനിലെ ആക്രമണത്തിന് വേണ്ടിയും അവിടെ ബോംബറുകൾ വന്ന് കിടപ്പുണ്ട് ഡിഗോ ഗാർഷ്യ ദ്വീപിൽ. പിന്നെ അതുപോലെ ശ്രീലങ്കയിലെ ഹമ്പൻ ടോട്ട തുറമുഖം, അത് 99 കൊല്ലത്തെ പാട്ടത്തിന് ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിൽ ചൈനയ്ക്കും സ്വാധീനമുണ്ട്. ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ മാലദ്വീപിൽ വന്നപ്പോഴാണ് നമ്മൾ മിനിക്കോയ് ദ്വീപിൽ INS ജഡായു എന്ന് പറഞ്ഞ് നമ്മളൊരു താവളം ധൈര്യമായിട്ട് തയ്യാറാക്കാൻ തുടങ്ങിയത്. അവിടുത്തെ ആ റൺവേ വലുതാക്കുക അല്ലേ, കൂടുതൽ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒക്കെ ആയിട്ട് മിനിക്കോയിലൊരു താവളം നമ്മൾ ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ അത് പണിയൊക്കെ തീർന്ന അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഈ തുർക്കിക്ക് സത്യത്തിൽ ഇങ്ങനെ ഈ മാലദ്വീപിൽ ഇങ്ങനെ ഇടപെടേണ്ട ഒരു കാര്യമില്ല. നമ്മളുമായിട്ട് തുർക്കിക്ക് ഒരു പ്രശ്നവും ഇല്ല തന്നെ. പക്ഷേ ഈ മാലദ്വീപിൻ്റെ ഈ നീക്കം എന്തുകൊണ്ടാണ് തുർക്കി തിരിച്ചറിയാത്തത്? അവർക്ക് എന്തെങ്കിലും തുർക്കി തിരിച്ചറിയാത്തതല്ല, മറിച്ചാ എനിക്ക് തോന്നുന്നത് തുർക്കി മാലദ്വീപിനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ സമുദ്രത്തിലെ ഒരു സ്ട്രാറ്റജിക് ഏരിയയാണ് ഈ മാലദ്വീപ് എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളെ പേടിപ്പിക്കാനായിട്ട് മാലദ്വീപില് താവളം കിട്ടിയാലും നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ചൈന BRI ഇനിഷ്യേറ്റീവ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൊക്കെ മാലദ്വീപിനെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കൂട്ടി വായിക്കണം പല കാര്യങ്ങൾ, ഡിപ്ലോമസിയിൽ അങ്ങനെ വേണമല്ലോ.
ഇപ്പോൾ എർദോഗൻ, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ പാകിസ്ഥാനിൽ ഇടക്കിടയ്ക്ക് പോയിട്ട് കശ്മീർ രാജ്യാന്തര പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് തുർക്കി. 2 തവണ എർദോഗൻ മുമ്പും പോയിരുന്നു, 2015, പിന്നെ ഇപ്പോൾ മറ്റേ 2019 മറ്റേ 370 ആർട്ടിക്കിൾ അത് പിൻവലിക്കുമ്പോഴും എർദോഗൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചു. പിന്നെ പാർലമെന്റിന് 2 മാസം മുമ്പ് പാകിസ്ഥാനിലെ അഭിസംബോധന ചെയ്തു എർദോഗൻ. ആ സമയത്തും കശ്മീർ പ്രശ്നം ഉയർത്തി. അങ്ങനെ ആവശ്യമില്ലാതെ നമ്മളെ ചൊറിയണ്ട എന്ന് നമ്മളന്ന് നമ്മുടെ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്തിരുന്നു. രൺദീപ് ജയ്സ്വാൾ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുമല്ലോ, അതിൽ പറഞ്ഞിരുന്നു ആഭ്യന്തര കാര്യമാണ് ഇത് നമ്മുടെ കശ്മീർ എന്ന് പറയുന്നത്, ഇതിൽ തുർക്കിക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തുർക്കി ആവശ്യമില്ലാതെ ഇന്ത്യയെ ചൊറിയാനായിട്ട് മുതിരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതായത് ഈ മേഖലയിലെ ഇസ്ലാമിക, നമ്മൾ പറയാറുണ്ടല്ലോ അയാൾക്ക് എർദോഗന് ഇപ്പോ ഇസ്ലാമിക സുൽത്താനും ഖലീഫയും ആകാനായിട്ട് ലോകത്ത് മാറാൻ ആഗ്രഹമുണ്ട്. ആയുധ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ തുടങ്ങി പല ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, ഡ്രോണും മിസൈലും ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു ശക്തിയായിട്ട് മാറുന്നുണ്ട് അസർബൈജാൻ അല്ലേ? ആ മേഖലയില് അസർബൈജാനും ഒക്കെ ആയിട്ട് കൂട്ടുചേർന്നുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് അർമീനിയെ അല്ലേ? അർമേനിയ നമ്മുടെ ആയുധമൊക്കെ മേടിക്കും. അർമീനിയ നമ്മുടെ ആയുധം മേടിക്കും. അപ്പൊ അർമീനിയക്കെതിരെ അസർബൈജാന് തുർക്കി ആയുധം കൊടുക്കുന്നു. അപ്പൊ തുർക്കി ആഗോളതലത്തില് കുറെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. മറ്റേ സ്ഥലത്തും സിറിയയിലും ഒരു ഭാഗത്ത് നിന്ന് ആക്രമിച്ച് കയറുന്നുണ്ട്. അപ്പൊ തുർക്കി ഒരു ആഗോള പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എർദോഗന് സ്വയം തോന്നുന്നത് കൊണ്ട് ഇന്ത്യ സമുദ്രത്തിലും ഒരു താവളം വേണമെന്ന് തോന്നുകയാണ്. അപ്പൊ മുയൂസു ആകെ ഈ കുത്തുവാള എടുത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് അയാളെ ചൂഷണം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു യുദ്ധക്കപ്പല് കണ്ടം ചെയ്യാൻ പറ്റുന്ന കപ്പലായിരുന്നിരിക്കും. അത് ചിലപ്പോൾ ബാധ്യതയൊക്കെ ആയി മാറും. പണ്ട് എനിക്ക് പരിചയമുള്ള ഒരു പത്രപ്രവർത്തകന് മാധവക്കുട്ടിയുടെ കാറ് സൗജന്യമായിട്ട് കൊടുത്തു. അത് ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ ഷെഹനായിസിന്റെ മുമ്പിൽ ബ്രേക്ക് ഡൗൺ ആയി നിന്നുപോയി. പിന്നെ ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന് ഒരുപാട് പണം മുടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ അതുപോലെ എനിക്ക് യുദ്ധക്കപ്പൽ വലിയ ബാധ്യതയായിട്ട് മാറാനും സാധ്യതയുണ്ട്. പഴയ ഒന്നാണ്, നല്ലതാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പൊ അതൊരു താവളമാക്കാനായിട്ട് ആദ്യം കുറച്ച് സമ്മാനങ്ങൾ, കാഴ്ചക്കൊലയൊക്കെ പോലെ കൊടുത്ത് സമാധാനിപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഘട്ടമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മാലദ്വീപിലെ ഈ തുർക്കിയുടെ ഇടപെടൽ ഇന്ത്യ ഗൗരവത്തോടെ കാണണം എന്നാണ് നമുക്ക് വലിയ ജാഗ്രത അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കുറെ കാലമായിട്ട് ചൈന കയറി മാലദ്വീപില് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാലദ്വീപില് പല ഓപ്പറേറ്റേഴ്സ് വരുന്നത് നമുക്ക് ഭീഷണിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.